ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിൻ്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് കടക്കാമേ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ഇരിക്കെ നമ്മുടെ അനാമികയോട് വേണു കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പം വേണുവിനെയാണ് അനാമിക ആദ്യം വിളിക്കുന്നത് കേട്ടോ. കാരണം ഇവിടെ എനിക്കൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ല, ഒരു നിലയും വിലയുമില്ല. അതുമല്ല ഇപ്പം ഈ വീട്ടുപണി ചെയ്യേണ്ടൊക്കെ ഒരു അവസ്ഥയാണ് എനിക്ക് വന്നിരിക്കുന്നത്. അറിയാലോ അച്ഛനെ, എനിക്ക് ഒരു പണി അറിയില്ല. ഇപ്പം ദേവയാനി, അതായത് വല്യമ്മ ആകെപ്പാടെ മാറിയിരിക്കുകയാണ്. വല്യമ്മയ്ക്കിപ്പം എന്തോ എനിക്കറിയില്ല, എന്നെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പ്രത്യേക ഒരു താല്പര്യമാണ്. എന്നാൽ സ്നേഹമുണ്ടോ? അതുകൊണ്ട്. പക്ഷേ നയനെ ജോലി ചെയ്യിപ്പിക്കത്തുമില്ല. നയനെ എന്തെങ്കിലും വിഷം കലർത്തുമെന്നൊക്കെ ഓർത്തിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും എനിക്ക് തോന്നുന്നില്ല, അങ്ങനെയൊന്നും ആണെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ആകെ മൊത്തത്തിലൊരു മാറ്റമാണ് വല്യമ്മയ്ക്ക്. എനിക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ ഭയങ്കര പാടാം. ഒരു നിലയും വിലയും ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മോൾ ഒരു കാര്യം ചെയ്യ്. ഇപ്പം എന്താ വേണ്ടത്? ദേവയാനിക്ക് നയനയോടുള്ള സ്നേഹം, അത് സത്യമാണോ അതോ ഇനിയിപ്പം കള്ളമാണോ എന്നൊക്കെ അറിയണം. ഇനിയിപ്പോൾ അത് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആ സ്നേഹം ഇല്ലാതാക്കണം, അതല്ലേ വേണ്ടത്. അതിനുവേണ്ടി അച്ഛൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോവാ. ഏതായാലും അച്ഛൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മോൾക്ക് ഒരു വലിയ ഒരു നെക്ലേസും ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. നെക്ലേസോ? സ്വർണ്ണ നെക്ലേസ് ആണോ അച്ഛാ? സ്വർണം മേടിക്കാനുള്ള പൈസ ഒന്നും ഈ അച്ഛൻ്റെ കയ്യിൽ ഇല്ലെന്ന് അറിയത്തില്ലേ മോളെ നിനക്ക്? സ്വർണ്ണ നെക്ലേസ് ഒന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റാ, വെറും ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പം ഈ 1 ഗ്രാം തങ്കത്തിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ 1 ഗ്രാമിൻ്റെ എവിടെന്നെങ്കിലും ഞാൻ ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഏതായാലും 10,000 രൂപയാവുമെങ്കിലും കുഴപ്പമില്ല. ഞാൻ എങ്ങനെയാണെങ്കിലും ഒപ്പിച്ചുകൊണ്ട് വന്ന അതൊരു 10-20 പവൻ്റെ ആണെന്ന് പറയാം. ഏതായാലും ആ നെക്ലേസ് ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും അവിടെ നിനക്കൊരു നിലയും വിലയും ഒക്കെ ഉണ്ടാകും. പിന്നെ വേറൊരു കാര്യവും കൂടെ അതിൻ്റെ ഇടയിൽ ചെയ്യണം. എല്ലാവർക്കും നയനിയോടും നവ്യയോടും ദേഷ്യം ഉണ്ടാകാൻ, അവരെ വീണ്ടും കള്ളിയാക്കണം. അതിന് ഞാനൊരു കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ മോള് ചെയ്താൽ മാത്രം മതി. ഇപ്പം ഞാനും മോളുടെ അമ്മയും കൂടെ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്തു. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ അനാമിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനി എന്ത് കുതന്ത്രം കൊണ്ടാണോ വരുന്നത്, അതെങ്കിലും വിജയിച്ചാൽ മതിയായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഈ വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ടേ. ഏതായാലും ഈ സമയത്താണ് നമ്മുടെ അനാമിക അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുകയാണ് കേട്ടോ ജാനകി. അങ്ങനെ ജാനകി വന്നിട്ട്, മോൾക്ക് ഇപ്പോൾ ഒരുപാട് സങ്കടം ഉണ്ടല്ലേ? മോള് ഈ അടുക്കള ജോലിയൊക്കെ ചെയ്യുന്നത് കാണുമ്പം അമ്മയ്ക്കും ഒരുപാട് സങ്കടമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഏടത്തിയുടെ സ്വഭാവം ആകെപ്പാടെ മാറിപ്പോയി. കരള് മാറ്റി വെച്ചതോടെ മനസ്സ് മാറ്റി വെച്ച ഒരവസ്ഥയായി പോയി എന്ന് പറഞ്ഞപ്പം, എനിക്കും അറിയില്ല അമ്മേ, ഞാൻ ഈ പണിയൊന്നും ചെയ്ത് ശീലിച്ചിട്ടില്ല. ഇപ്പം ഇതൊക്കെ ചെയ്യേണ്ടി വരുന്ന എൻ്റെ അവസ്ഥ ഓർത്തിട്ടാ. എനിക്കാണെങ്കിൽ എന്നെ ഇവിടെ നിന്ന് പുറത്ത് കൊണ്ടുപോകണമെന്ന് പോലുമില്ല. കുറച്ച് നേരം ഫ്രീ ആകാൻ വേണ്ടി ഇവിടെ നിന്ന് പുറത്ത് പോകണമെന്നൊക്കെ ഉണ്ട് എനിക്ക്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. ആദർശേട്ടന് നയനയോടുള്ള സ്നേഹമൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കൊതിയാകുക. എന്ത് സ്നേഹമാ, എന്തൊക്കെയാ മേടിച്ചു കൊടുക്കണത്, എവിടേക്കാ കൊണ്ടുപോകുന്നത്. അതിനൊന്നും നമുക്ക് ഭാഗ്യമില്ലാതായി പോയല്ലോ. അമ്മയുടെ മോനാണെങ്കിൽ എന്നെ കണ്ണെടുത്താ കണ്ടൂടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ, മോളെ എല്ലാം ശരിയാകും, മോള് കാത്തിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവനെ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം മോളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ പതിയെ പതിയെ പണ്ടത്തെ ആ ഒരു ദേഷ്യമൊന്നും ഇല്ലല്ലോ, അതൊക്കെ ഇനി പതിയെ പതിയെ ആ കുഞ്ഞ് ജനിക്കുമ്പോഴത്തേക്കും അങ്ങ് മാറിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ അനാമിക, വയറ്റിൽ കുഞ്ഞു പോയിട്ടൊരു കുരു പോലും ഇല്ല, പിന്നെയല്ലേ അവൻ്റെ സ്വഭാവം മാറാൻ പോകുന്നത്. അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റി അല്ലെങ്കിൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ മേടിച്ചെടുക്കണം. നഷ്ടപരിഹാരം തരാതിരിക്കുമല്ലോ, അത് മാത്രമേ ഉള്ളൂ ഇനി എൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞാണ് ആ വീട്ടിൽ ഇങ്ങനെ തറയൊക്കെ ഇങ്ങനെ തുടച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ദേവയാനി ഇടയ്ക്ക് വന്നിട്ട്, മോളെ തറ തുടയ്ക്കാൻ പഠിച്ചോ മോള്? അവിടെയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തുടയ്ക്കണേ, ഇങ്ങനെ വേണം പണികളൊക്കെ ചെയ്യാൻ. അല്ലെങ്കിലും നയനയില്ലേ, നയന ഇവിടെ പണി ചെയ്യുമ്പോൾ എല്ലാവരും നയനെ തലയെ കയറ്റി വെച്ചോണ്ട് നടക്കുകയല്ലായിരുന്നോ? നയന ഉണ്ടാക്കുന്ന കറിക്ക് ടേസ്റ്റ്, നയന ഉണ്ടാക്കുന്ന ചായക്ക് ടേസ്റ്റ്, ജ്യൂസിന് ടേസ്റ്റ്, അതുപോലെ ഇനി എൻ്റെ അനാമിക മോൾ ഉണ്ടാക്കുന്ന എല്ലാത്തിനും ടേസ്റ്റാന്ന് ഇവിടെ എല്ലാവരും പറയും. അതിനുവേണ്ടി മോളെ കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അവളുടെ ആ ഒരു നിലയും വിലയും ഒക്കെ മോള് ജോലി ചെയ്ത് മോള് എല്ലാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാറാകുമ്പോഴത്തേക്കും അതൊക്കെ അങ്ങ് പോകും. പിന്നെ മോളെ ആയിരിക്കും ഇവിടെ എല്ലാവരും രാജകുമാരിയായിട്ട് വാഴിക്കാൻ പോകുന്നത്. അവളുടെ സ്ഥാനമൊക്കെ തട്ടിത്തെറിക്കില്ലേ? ഇത് മോളോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല വല്യമ്മ ഇത് ചെയ്യുന്നത്.
മോളോടുള്ള സ്നേഹം കൊണ്ടാ എന്നൊക്കെ പറയുന്നു. ഈ സമയമാണ് നമ്മുടെ രേവതിയും അതുപോലെ വേണുവും കൂടെ കാറിന് വന്ന് ഇറങ്ങുന്നത്. ഏതായാലും കാറിന് വന്ന് ഇറങ്ങിയതും നമ്മുടെ അനാമിക അവിടെ കിടന്നിങ്ങനെ തുടയ്ക്കുന്ന സീന് കണ്ടോണ്ടാട്ടോ കയറി വരുന്നത്. ഇത് കണ്ടതും മോളേന്ന് വിളിച്ചുകൊണ്ട് രേവതി ചെന്നു. ഇതെന്താ ജാനകി കാണിക്കുന്നത്? എൻ്റെ മോളെ ഇവിടെ ജോലിക്കാരിയാക്കിയേക്കാണോ നിങ്ങള്? ഇവിടെ എന്താ വേറെ ജോലിക്കാരൊന്നും ഇല്ലേ? അല്ല, നിങ്ങൾക്ക് ഇവിടെ ഉള്ള കെട്ടിലവന്മാരെ അകത്ത് കയറ്റി വെക്കണമെങ്കിൽ എൻ്റെ മോളെ ജോലി ചെയ്യിക്കേണ്ട കാര്യമുണ്ടോ? വേണമെങ്കിൽ ഞങ്ങൾ അവിടെയുള്ള 2-3 വേലക്കാരികൾ ഇങ്ങോട്ട് പറഞ്ഞു വിടാം എന്നൊക്കെ പറയുമ്പോൾ ജാനകി പറഞ്ഞു, അയ്യോ അതൊന്നും വേണ്ട, ഇത് മോളെ കൊണ്ട് ഏടത്തി ചെയ്യിപ്പിക്കുന്നതാണ്, അത് വേറൊന്നിനും അല്ല, അവൾ ഇതൊക്കെ പഠിച്ചിരിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറഞ്ഞു, അയ്യോ വയ്യമ്മേ, നടു ഒടിഞ്ഞമ്മേ, ഒട്ടും വയ്യ എനിക്ക്. ഞാൻ രാവിലെ മുതൽ വൈകിട്ട് വരെ ഓരോ ജോലി ചെയ്ത് എൻ്റെ ജീവിതം ഇവിടെ തീരുന്ന എനിക്ക് തോന്നുന്നത്. പിന്നെ വല്യമ്മ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. വല്യമ്മയ്ക്ക് എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണെന്നൊക്കെ എനിക്കറിയാം. ഏതായാലും നയനയ്ക്ക് ഇവിടെയുള്ള സ്ഥാനം എനിക്ക് മേടിച്ചെടുത്ത് തരുമെന്നൊക്കെയാണ് വല്യമ്മ പറയുന്നത്. ഏതായാലും മോളിങ് വന്നേ, മോൾക്കൊരു സമ്മാനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏതായാലും വന്നപ്പോൾ തന്നെ ഈ കാഴ്ച കണ്ടപ്പം ഒരുപാട് വേദനയായി എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ നവ്യയും നയനിയും മൂർത്തി മുത്തശ്ശനും അതുപോലെ മുത്തശ്ശിയൊക്കെ ഇറങ്ങി വന്നിട്ടോ. അപ്പൊ ഈ ഒരു സമയത്താണ് നമ്മുടെ വേണു കയ്യിലിരിക്കുന്ന ആ ഒരു പൊതി എടുത്തിട്ട്, ഇതേ ഇന്ന മോക്ക് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചോണ്ട് വന്നതാ എന്നും പറഞ്ഞ് ആ ഒരു നെക്ലേസ് കൊടുക്കുകയാണ്. ഇത് കണ്ടതും വാവ്, ഇത് അടിപൊളിയാണല്ലോ അച്ഛാ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഡിസൈൻ ആണല്ലോ, ഓ ഇത് കൊള്ളാട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കഴുത്തിലിടാൻ തുടങ്ങുമ്പോഴത്തേക്കും ജാനകി പെട്ടെന്ന് വന്നിട്ട് ആ ഗിഫ്റ്റ് ഒന്ന് കാണിച്ച്, ആ മാലയൊന്ന് ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഇത് കഴുത്തിലിട്ട് കാണുന്നതല്ലേ ജാനകി നല്ലത്, എൻ്റെ മോള് കഴുത്തിലിട്ടെ എന്ന് പറയാം. ഇനിയിപ്പം കയ്യിലെടുക്കുകയാണെങ്കിൽ സ്വർണ്ണം അല്ലെന്ന് വല്ലതും അറിഞ്ഞാലോ, അതും അവിടെ ഉള്ളവരെല്ലാം ജൂവലറി ഉടമകളൊക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് സ്വർണ്ണമൊക്കെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പേടിച്ചിട്ടാണ് നമ്മുടെ വേണു ആ ഒരു മാല കഴുത്തിലിട്ട് കൊടുക്കുന്നത്. അങ്ങനെ കഴുത്തിലിടുകയാണ് അനാമിക. കഴുത്തിലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, ഇത് എത്ര പവനുണ്ടമ്മേ എന്ന് ചോദിക്കുമ്പോൾ, ഇത് 20 പവനുണ്ടെന്ന് പറയാ. 20 പവനോ? അയ്യോ 20 പവനുണ്ടല്ലേ? 20 പവനുണ്ട്. ഇതൊക്കെ ഇവിടെ കൊണ്ടു തന്നിട്ട് ഒരു നിലയും വിലയും ഇല്ലല്ലോ. എൻ്റെ മോളെ ഇവിടെ ജോലി എടുപ്പിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. എന്നിട്ടോ അർഹതയില്ലാത്തവര് കേറി ഇരിക്കുന്നു. എന്ത് ചെയ്യാനാ, അർഹതയില്ലാത്തവരെ പൂവിട്ട് വാഴിക്കുകയും അർഹതയുള്ളവരെ കയ്യിൽ തുടയ്ക്കാൻ തുണി കൊടുക്കുകയോ ചെയ്യുന്നത്. ഈ ഇതിന് നല്ലതാണോ, ചേരുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറഞ്ഞു, അതെന്താ രേവതി നീ അങ്ങനെ പറഞ്ഞത്? ഈ വീട്ടിന് ചേരുന്നത് തന്നെ ഇതൊക്കെ. ഈ വീട്ടിൽ ഞങ്ങളെല്ലാ മരുമക്കളും എല്ലാ ജോലികളും ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. അനാമിക മകളെ കൊണ്ട് ഞാൻ ജോലി ചെയ്യിപ്പിക്കുന്ന വേറൊന്നും കൊണ്ടുമല്ല. അവക്കൊരു ചീത്ത പേര് കേൾക്കാൻ പാടില്ല. അവൾ എൻ്റെ മോളെ പോലെയാ. എനിക്കൊരു മോളുണ്ടായിരുന്നെങ്കിലും ഞാൻ ഇതൊക്കെ തന്നെ ചെയ്യിപ്പിച്ചേനെ. അത് മനസ്സിൽ വിചാരിച്ചാൽ മതി കേട്ടോ, അല്ലാതെ അവളോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറഞ്ഞ് തിരുത്തി കൊടുക്കാണ്. ഏതായാലും ഈ നെക്ലേസ് ഒക്കെ ആയിട്ട് റൂമിലേക്ക് പോയി നമ്മുടെ അനാമിക. ഈ സമയത്ത് രേവതിയും വേണു ഒക്കെ തിരിച്ചു വീട്ടിലും പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേണു വിളിക്കുകയാണ്, അതേ മോളെ, ഞാനൊരു ട്രിക്കിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അവൾമാരെ കള്ളിയാക്കാനുള്ള ഒരു അടിപൊളി ട്രിക്ക്. മോൾക്ക് നെക്ലേസ് കൊണ്ട് തന്ന ആ ഒരു കവറില്ലേ, ആ കവർ അവൾമാരുടെ റൂമിൽ കൊണ്ടിടണം. റൂമിൽ കൊണ്ടിട്ടിട്ട് മോളൊരു കാര്യം ചെയ്യ്, ആ നെക്ലേസ് ഒരു കാര്യം ചെയ്യേ, ബാത്റൂമിൽ ഇട്ടിട്ടങ്ങ് ഫ്ലഷ് അടിച്ച് കളഞ്ഞേരാ. അത് ഫ്ലഷ് അടിച്ച് കളയുകയാണെങ്കിൽ ആ മാല അങ്ങ് പൊക്കോളൂല്ലോ. പിന്നെ ആ മാല തപ്പിയാലും ആർക്കും കിട്ടത്തുമില്ല. അവിടെ മോളുടെ മാല പോയെന്നും അപ്പം തന്നെ നയനെ കള്ളിയാക്കുകയും ചെയ്യാം. റൂമിൽ കയറി നോക്കുമ്പോൾ നയനയുടെ റൂമിൽ എന്താ, ആ കൂടിയിരിക്കുന്നു. അപ്പം ഏതായാലും കള്ളി വെളിയിൽ വരും. അങ്ങനെ അവളെ കള്ളിയിലാക്കി അവളുടെ നിലയും വിലയും ഒക്കെ ഇല്ലാതാക്കാൻ പറ്റും. പണ്ടത്തെ പോലെ ഒരു കള്ളത്തരം അതങ്ങ് കാണിച്ചേരെ. ഏതായാലും ഇത് മോളുടെ കയ്യിലുമില്ല, അവൾമാരുടെ കയ്യിലുമില്ല. അപ്പൊ പിന്നെ കൂട് കിടക്കുന്നത് നയനയുടെ മുറിയിലല്ലേ. അപ്പൊ നയനെ അത് എടുത്തെന്നേ കരുതിയുള്ളൂ. ഇനിയിപ്പോ കുറച്ചുപേര് കരുതിയില്ലെങ്കിലും നിന്റെ അമ്മായിയമ്മയെങ്കിലും കരുതിക്കോളൂല്ലോ. അതൊക്കെ മോള് ചെയ്യ്, അതൊക്കെ മോളുടെ ആ ഒരു ഉചിതം പോലെ തന്ത്രം പോലെ മോള് എല്ലാം കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് ആയിക്കോട്ടെ, നമ്മുടെ അനാമിക ആ കവറ് കൊണ്ടുപോയി നയനയുടെ റൂമിൽ വെക്കുകയാണ്. നയനയുടെ റൂമിൽ വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജാനകി ആ വഴി വന്നപ്പം പറയുകയാണ്, അതെ എൻ്റെ മാല കാണുന്നില്ലമ്മേ, അമ്മ കണ്ടായിരുന്നോ? അല്ല അമ്മ എങ്ങാനും ഇനി എടുത്തായിരുന്നു? ഞാൻ ഇവിടെ വെച്ചായിരുന്നു ഈ ടേബിളിൽ. അയ്യോ മോളെ അനാമികയെ, മോളുടെ മാലയോ? ഇല്ല ഞാൻ കണ്ടില്ല. അയ്യോ
അമ്മേ ആ മാല കാണുന്നില്ല, ആ മാല എവിടെ പോയെന്ന് അറിയില്ല, എനിക്ക് പേടിയാവുന്നു. 20 പവനുണ്ട്, നോക്കുകയാണെങ്കിൽ 10-35 ലക്ഷം രൂപയുടെ സാധനമാണ്, അത് കാണുന്നില്ലല്ലോ അമ്മേ. ഹേയ് മോൾ അവിടെ നന്നായിട്ടൊന്ന് നോക്ക്, ഇവിടെ നിന്ന് എവിടെ പോകാനാ മോൾ? ഏതായാലും ഈ റൂമിലേക്കല്ലേ അതുകൊണ്ട് കയറിയത്, അധികം സമയം ആയിട്ടുമില്ല, ഇവിടെ ആരും വന്നിട്ടുമില്ല വേറെ, ദേ മോളൊന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ അനാമിക നോക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അനാമികയുടെ മാല പോയ കാര്യം അവിടെ മൊത്തം പാട്ടായി കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും റൂമിൽ കയറി തപ്പാനൊക്കെ തുടങ്ങി. ഏറ്റവും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, ഇവിടുന്ന് ആരും വെളിയിൽ പോയിട്ടില്ലല്ലോ, പ്രത്യേകിച്ച് ഇങ്ങോട്ട് ആരും വന്നിട്ടുമില്ല, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ തന്നെ ഒന്ന് അന്വേഷിച്ച് നോക്കാം, വേറെ ആരും ഇത് എടുക്കാനൊന്നും വഴിയില്ല എന്ന് പറയുകയാണ്. അപ്പൊ അനാമികൻ പറയുന്നുണ്ട്, അതെ ഇവിടെ തന്നെ മിക്കവാറും കള്ളികൾ കാണും. അപ്പൊ പെട്ടെന്ന് നവ്യ പറയുന്നുണ്ട്, അതെന്താടി നീ ഞങ്ങളെ നോക്കി പറയുന്നത്, ഞങ്ങളാണോ കള്ളി? ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അനാമികെ, ഞങ്ങൾ ഇതുവരെ ഒരു സാധനം കട്ടെടുത്തിട്ടില്ല, അതുമല്ല ഞങ്ങൾക്ക് ആവശ്യത്തിലധികം സ്വർണം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ തരും, പിന്നെ എന്തിനാ നിന്റെ സ്വർണം ഞങ്ങൾക്ക്, അതിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ജാനകി പറയുന്നുണ്ട്, എത്ര സ്വർണം കിട്ടിയാലും നിന്റെ കൊതിയും മതിയും തീരത്തില്ലല്ലോടി, നീ സ്വർണം കൊതിച്ചല്ലേ ഇങ്ങോട്ടേക്ക് കയറി വരെ വന്നത്, നീ വലിയ വീട്ടിൽ കഴിയാന്നും പറഞ്ഞല്ലേ നീ നിന്റെ അമ്മയും കൂടെ നിന്നെ ഇങ്ങോട്ടേക്ക് കെട്ടി എഴുന്നള്ളിച്ച് വിട്ടത് എന്നൊക്കെ പറഞ്ഞപ്പം എന്തെങ്കിലും പറഞ്ഞു, എൻ്റെ അമ്മേനെ പറയരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് മുത്തശ്ശൻ പറഞ്ഞ്, നിർത്തുന്നുണ്ടോ നിങ്ങളെന്ന്, ആ ഒരു മുതൽ ഈ വീട്ടിൽ നിന്നാണ് കാണാതെ പോയത്, അത് എവിടെയാണെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ, എല്ലാവരും അന്വേഷിക്കേ, എല്ലാവരുടെ റൂമിൽ ഇത് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ റൂം മാറി മാറി അന്വേഷിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ ജലജയിലാണ് കേട്ടോ ഒരു നോട്ടം. അങ്ങനെ ജലജയുടെ റൂം തന്നെയാണ് ഫസ്റ്റ് തപ്പുന്നത്. അങ്ങനെ അവിടെ മൊത്തം അരിച്ചു പറക്കിയിട്ടും ആ സാധനം കാണുന്നില്ല. അങ്ങനെ അഭിയോട് ചോദിക്കുന്നുണ്ട്, നീയെങ്ങാണോ ആ സാധനം എടുത്തോ, നീയെങ്ങാനും ഇനി ആ മാല മോഷ്ടിച്ച് നീ കൊണ്ട് വിറ്റോ എന്ന് ചോദിക്കുമ്പോൾ, ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ മാല മോഷ്ടിച്ച് വിൽക്കാനോ, എന്താ മുത്തശ്ശൻ ഈ പറയുന്നത്, അല്ല സെക്യൂരിറ്റിയോട് കാര്യം ചോദിക്കുക, ഞാൻ ഇവിടുന്ന് വെളിയിൽ പോയിട്ടുണ്ടോയെന്ന്. അങ്ങനെ സെക്യൂരിറ്റിയോട് ചെന്ന് ചോദിക്കുമ്പോൾ ആരും അങ്ങോട്ട് പോയിട്ടുമില്ല, ആരും അങ്ങോട്ട് വന്നിട്ടും ഇല്ലാത്തൊരവസ്ഥയാണ്. ഏതായാലും ലാസ്റ്റ് തപ്പി ചെന്നതും നമ്മുടെ നയനയുടെ റൂമിൽ നിന്നാണ് ആ ഒരു കവർ കണ്ടെത്തുന്നത്. ഇത് കണ്ടതും ഞെട്ടിപ്പോവുകയാണ് കേട്ടോ എല്ലാവരും. അപ്പം തന്നെ അനാമിക പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഇവൾമാർ തന്നെ ഇത് മോഷ്ടിച്ചതെന്ന്, എനിക്കറിയായിരുന്നു ഇവൾമാർ തന്നെ ഇത് മോഷ്ടിച്ചതെന്ന്, കണ്ടില്ലേ മുത്തച്ഛ, ഇവളാ കള്ളി, ഇവളാ പേരും കള്ളി. അപ്പോഴത്തേക്കും നവ്യ ഇങ്ങ് ചാടിയിട്ട്, ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അത് നിന്റെ റൂമിൽ തന്നെ കാണുമായിരിക്കും, അല്ലാതെ ഞങ്ങൾ ആരും കട്ടെടുത്തിട്ടില്ല, ഇതൊക്കെ ഇവളുടെ തന്ത്രമാ, ഇവളുടെ അച്ഛനും ഇവളുടെ അമ്മയും ഒക്കെ കൂടെ നടത്തുന്ന തന്ത്രം. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ പറഞ്ഞല്ലോ നിനക്ക് ഒരുപാട് സ്വർണം തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മായിന്ന്, അല്ല അമ്മായി തന്ന സ്വർണ്ണമൊക്കെ നിന്റെ അലമാരക്കകത്തുണ്ടോ? ഇത് കേട്ടത് ഞെട്ടിപ്പോയിട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് ദേവയാനിയും ചിന്തിച്ചത്. അപ്പം ദേവയാനി പറഞ്ഞു, അല്ല മോളെ ആ സ്വർണ്ണമൊക്കെ എന്തിയെ? അപ്പം പെട്ടെന്ന് അങ്ങ് വല്ലാണ്ടങ്ങ് ആയിപ്പോയിട്ടോ. അപ്പം ആകെപ്പാടെ പരിഭ്രമത്തോടു കൂടി ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് പറഞ്ഞു, അല്ല കുറച്ച് സ്വർണം ഞാൻ അമ്മായിക്ക് തിരിച്ചു തന്നല്ലോ, അമ്മായിക്ക് നല്ല വല്യമ്മയ്ക്ക് തിരിച്ചു തന്നല്ലോ എന്ന് പറയാണ്. കാരണം കുറച്ച് സ്വർണം തിരിച്ചു കൊടുത്തായിരുന്നു കേട്ടോ, ബാക്കി സ്വർണം നമ്മുടെ അനാമികയുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ സ്വർണം എല്ലാം വിറ്റു, കൊടുത്ത സ്വർണം മുക്കുപണ്ടവുമാണ് എന്നൊന്നും അറിയില്ല. ഏതായാലും അതിലേക്കുള്ള ഒരു എന്താ പറയാ വഴിവെട്ടൽ തന്നെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനാമികയ്ക്കുള്ള കുഴി അനാമികയുടെ അച്ഛൻ തന്നെ തോണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ബാക്കി കഥയുമായിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.